അങ്ങനെ IPL 2026 പൂരം കൊടി കയറുമ്പോൾ ലെവലെ ചാമ്പ്യന്മാരായ റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരു മുൻ ചാമ്പ്യന്മാരായ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ 28 മാർച്ചിന് ഓപ്പണിംഗ് മാച്ചിന് കൊമ്പ് കോർക്കുമ്പോൾ IPL ഇപ്പോഴത്തെ സ്ഥിതിഗതികൾ വെച്ച് എതിരാളികൾ രണ്ടും നല്ല അടി ടീംസ് ആയതുകൊണ്ടും പിന്നെ RCBയുടെ അംഗത്തട്ടകമായ ചിന്നസ്വാമിയിൽ വെച്ച് തന്നെയാണ് ആദ്യത്തെ മാച്ച് വന്നതുകൊണ്ട് നല്ല റൺ ഫസ്റ്റ് ചെയ്യാൻ ആദ്യ മത്സരത്തിൽ പ്രതീക്ഷിക്കാം. എന്തായാലും ടോസ് നേടി ആദ്യം തന്നെ ബാറ്റിംഗ് തിരഞ്ഞെടുത്ത് ഒരു 200-250 പ്ലസ് ഉള്ള സ്കോർ അടിക്കുകയും എതിരാളികളെ ഒരു 20-25 റൺസിനെയും തോൽപ്പിക്കുക എന്ന് തന്നെയായിരിക്കും രണ്ട് ടീമുകളുടെയും തന്ത്രം. പിന്നെ ഇരു ടീമുകളുടെയും ഓപ്പണിംഗ് സ്രോതസ് പരിശോധിച്ചാൽ RCBയുടെ കോഹ്ലി സഖ്യവും പിന്നെ SRHന്റെ ഹെഡ് അഭിഷേക് സഖ്യവും നല്ല തീപാറും ഫോമിലാണേ കൂടി സമീപകാലത്തെ ഒരു ഫോം വെച്ചിട്ട് ഹെഡും അഭിഷേകും ഒന്ന് നല്ല രീതിക്ക് തന്നെ ഊർജ്ജസ്വലരാകേണ്ടിയിരിക്കുന്നു. പിന്നെ RCBയുടെ മിഡിൽ ഓർഡർ നോക്കിയാൽ ജിതേഷ് പടിതാറൊക്കെ കത്തിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പാണെങ്കിൽ കത്തിച്ചില്ലേ കൂടെ അവർക്ക് സ്ഫോടന ശേഷിയുള്ള ഒരു അപാര ഫിനിഷിംഗ് ലൈനപ്പാണ് ഉള്ളത്. അറിയാലേ ടിം ഡേവിഡും റൊമാരിയോ ഷെഫേർഡും ഇത് രണ്ടെണ്ണം കൂടെ തന്നെ ധാരാളം. അങ്ങനെ SRHന്റെ ആയാലും കിഷനും നിതീഷ് കുമാറും ക്ലാസനും ലിവിങ്സ്റ്റണും ഒക്കെ ഏറെക്കുറെ മാരക പ്രകടന ശേഷിയുള്ളവർ തന്നെയാണ്. പിന്നെ ഇരു ടീമുകളുടെയും ബോളിംഗ് ലൈനപ്പ് എടുത്ത് നോക്കിയാണ് ഏറെക്കുറെ ആവറേജ് നിലവാരമുള്ള ബോളിംഗ് ലൈനപ്പാണ്. അത് പിന്നെ RCBയുടെ പറയാൻ കാര്യം ഹേസൽവുഡ് ആദ്യത്തെ ഒരു 3-4 മത്സരങ്ങൾ അവൈലബിൾ അല്ല എന്നുള്ള റിപ്പോർട്ടാണ് വരുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ ആദ്യത്തെ മത്സരം തൂക്കാനുള്ള ഏറിയ ചാൻസും RCBക്ക് തന്നെയാണ് ഉള്ളത്.